കൂത്തുപറമ്പ് എം.എൽ.എ. കെ.പി. മോഹന് നേരെ കയ്യേറ്റം. പെരിങ്ങത്തൂർ കരിയാട് വെച്ചാണ് നാട്ടുകാർ കയ്യേറ്റം ചെയ്തത്. മാലിന്യ പ്രശ്നത്തെ തുടർന്നുള്ള പ്രതിഷേധം കയ്യേറ്റത്തിന് വഴിമാറുകയായിരുന്നു. ഫെലിക്സ് വിവരങ്ങളുമായിട്ടുള്ളടത്തും ചേരുകയാണ്. ഫെലിക്സ്, ഇപ്പോൾ നാട്ടിലൊരു പ്രശ്നമുണ്ടാവുകയാണ്. ഒരു ജനപ്രതിനിധി അവിടേക്ക് വരുമ്പോൾ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ കയ്യാങ്കളി എന്ന് പറയുന്നത് അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. എന്താണ് സംഭവിച്ചത്? കൂത്തുപറമ്പ് എം.എൽ.എ. കൂടിയായ കെ.പി. മോഹനൻ അവിടെ ഒരു അംഗനവാടി ഉദ്ഘാടനത്തിനായി എത്തിയതാണ്. ആ സമയത്താണ് അവിടെ ഒരു പ്രതിഷേധം ഉണ്ടായത്. കരിയാട് പുതുശ്ശേരി പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന തണൽ അഭയ ഡയാലിസിസ് സെന്ററിൽ നിന്നും മലിനജലം ഒഴുകുന്നു എന്നാരോപിച്ചായിരുന്നു സമരസമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ഈ പ്രതിഷേധം. അങ്ങനെ ഈ എം.എൽ.എ. തടഞ്ഞു. ആ വഴിക്ക് എം.എൽ.എ. പോയ സമയത്താണ് അതൊരു കയ്യേറ്റത്തിലേക്കടക്കം നീങ്ങിയത്. എം.എൽ.എയും സമരക്കാരും തമ്മിലാണ് കയ്യേറ്റം ഉണ്ടായത്. അതായത് ഈ എം.എൽ.എ. ഉദ്ഘാടന ചടങ്ങിനായി എത്തുന്ന സമയത്താണ് അവിടെ റോഡ് തടഞ്ഞുകൊണ്ടൊരു പ്രതിഷേധം ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ആ സമയത്ത് എം.എൽ.എ. ഉദ്ഘാടനത്തിനായി ആ വഴിക്ക് തന്നെ പോയി. ആ സമയത്താണ് എം.എൽ.എ. കയ്യേറ്റം ചെയ്തൊരു സാഹചര്യം അവിടെ ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഈ കരിയാട് പുതുശ്ശേരി പള്ളിക്ക് സമീപമാണ് ഈ ഒരു തണൽ അഭയ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ നിന്നും മലിനജലം ഒഴുകുന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു സമരസമിതിയുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന് അവിടെ എം.എൽ.എ. അവിടെ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സമയത്താണ് അവിടെ പ്രതിഷേധവും നടന്നത്. ഏതായാലും ആ സമയത്താണ് എം.എൽ.എക്ക് നേരെ കയ്യേറ്റം നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം. ഫെലിക്സ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഫെലിക്സ്, പിന്നീട് ഈ സംഘർഷാവസ്ഥയ്ക്ക് എങ്ങനെയാണ് പരിഹാരം കാണാൻ കഴിഞ്ഞത്? സംഘർഷാവസ്ഥയ്ക്ക് പിന്നീട് പരിഹാരം ഉണ്ടായി. കാരണം വളരെ പെട്ടെന്നാണ് ഇതൊരു സംഘർഷത്തിലേക്കും കയ്യാങ്കളിയിലേക്കും പോയത്. അതായത് എം.എൽ.എ. കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് ഈ സംഭവം നീങ്ങിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നാളുകളായി അവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്നും ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ സമയത്താണ് എം.എൽ.എ. അവിടെ ഉദ്ഘാടനത്തിനായി എത്തിയത്. അവിടെ എം.എൽ.എ. തടയുന്ന രീതിയിലേക്ക് ഈ പ്രതിഷേധം പോയ സമയത്താണ് ഇതൊരു കയ്യാങ്കളിയിലേക്ക് നീങ്ങിയത്. ഏതായാലും ഇപ്പോൾ അവിടെ ഈ പാർട്ടി പ്രവർത്തകരടക്കം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. എം.എൽ.എ. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും അതിന് തൊട്ടു മുമ്പാണ് ഇങ്ങനെയൊരു സംഘർഷം അല്ലെങ്കിൽ എം.എൽ.എ. കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള
ഒരു സംഭവം അവിടെ നടന്നത്. അതിനുശേഷം ഏതായാലും ഈ അന്തരീക്ഷം ശാന്തമായി MLA ഉദ്ഘാടന ചടങ്ങിലടക്കം പങ്കെടുത്തിട്ടാണ് തിരികെ മടങ്ങിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണമോ മറ്റും ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്? പിന്നീട് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയോ മറ്റോ ചെയ്തോ? MLA ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ ലഭ്യമായിട്ടില്ല. എന്താണ് നടന്ന കാര്യങ്ങൾ എന്നത് സംബന്ധിച്ച് MLAയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണമോ ഒന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് കരിയാട് എന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഈ മലിനജലവുമായി ബന്ധപ്പെട്ട് വീടുകളിലും കിണറുകളിലേക്കും മലിനജലം എത്തുന്നു എന്ന സംഭവത്തിലാണ് അവിടെ ഒരു പ്രതിഷേധം നാളുകളായി നടന്നത്. ആ സമയത്താണ് തൊട്ടപ്പുറത്തുള്ള ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്യാൻ MLA അവിടെ എത്തുകയും MLA തടയുന്ന രീതിയിലേക്ക് ആ പ്രതിഷേധം നീങ്ങുകയും അത് ഒരു കയ്യേറ്റത്തിലേക്ക് എത്തുകയും ചെയ്തു. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. കൂത്തുപറമ്പ് MLA KP മോഹന് നേരെയാണ് കയ്യേറ്റമുണ്ടായത്. പെരിങ്ങത്തൂർ കരിയാട് വെച്ചാണ് ഈ പ്രശ്നമുണ്ടായത്. നാട്ടിലൊരു മാലിന്യ പ്രശ്നമുണ്ട്, അതിനെ തുടർന്ന് പ്രതിഷേധം നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഒരു ഉദ്ഘാടന ചടങ്ങിന് വേണ്ടി MLA അവിടേക്ക് എത്തിയത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ജനങ്ങൾക്കിടയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റമുണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്താ